ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നൊരു പച്ചമുളക് ഇട്ടിട്ടൊരു തൈര് കടഞ്ഞതാണ് കേട്ടോ. അപ്പോൾ തൈര് നന്നായിട്ട് പാത്രത്തിലെടുത്തിട്ട് തൈര് നല്ലോണം സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഉടച്ച് കൊടുക്കണം കേട്ടോ. ഉടച്ച തൈര് നല്ല കട്ടയില്ലാണ്ട് വെക്കണം. എന്നിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ കടുക് എടുത്തിടണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഐഷാസ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. കടുക് നല്ലോണം പൊട്ടിച്ചതിന് ശേഷം ചെറിയുള്ളി, ഞാൻ ഒരു 10 ചെറിയുള്ളി എടുത്തിട്ട് ചെറിയുള്ളി, 5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ചെറുതാക്കിയിട്ട് അരിയണം. നമ്മൾ അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എൻ്റെ പച്ചമണം പോകണം കേട്ടോ. പച്ചമുളക് ഞാൻ എടുത്തത് 5 പച്ചമുളക് എടുത്തിട്ട്, പക്ഷേ എൻ്റെ പച്ചമുളകിന് എരിവില്ല കേട്ടോ. എരിവ് കൂടുതലുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ നിങ്ങൾ 2 ഇട്ടാൽ മതി കേട്ടോ. ഇത് തൈര് പച്ചമുളക് ഇട്ടിട്ട് കടയുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഗ്യാസൊക്കെ ലാഭിക്കാൻ നമുക്ക് ഇങ്ങനത്തെയൊക്കെ കറിയാണ് ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ. ഇപ്പം ഞാനിട്ടിരിക്കുന്നത് 6 പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതിനകത്തേക്ക്. ഇതിന് എരിവില്ല, കണ്ടാൽ നമുക്ക് എരിവ് തോന്നും, പക്ഷെ ഒട്ടും എരിവില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഈ പച്ചമുളക് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വാടി വരാം. അധികം വാടരുത്, ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് ഒരു ആ എണ്ണയിനകത്ത് നിന്ന് പൊരിച്ച പോലെ ആയിട്ട് വരണം കേട്ടോ. ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റാണിത്. ഇതിനകത്ത് നമ്മൾ ഉലുവ ഇടണം, കായപ്പൊടിയൊക്കെ ഇടാനായിട്ട് കേട്ടോ, മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാനുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു ചെറിയ ടീസ്പൂണിന് കുറച്ച് ഉലുവപ്പൊടി ഇടുക, കായപ്പൊടി ഇടുക, നമുക്ക് എത്രയാണോ ആവശ്യത്തിന് മഞ്ഞൾ ഇടുക കേട്ടോ. പക്ഷെ തൈരിലൊക്കെ മഞ്ഞളിട്ട് കൂട്ടുന്ന ഈ ചൂടുകാലമായതുകൊണ്ട് നല്ലതാണ് നമുക്ക് കേട്ടോ. കുട്ടികൾക്കൊക്കെ ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന എരിവ് ഉണ്ടാവില്ല. മോരുകറിയല്ല എന്നാണ്, മോരുകറി പോലെ ഉണ്ടാവുകയും ചെയ്യും. തക്കാളിയുടെ ഒന്നും ആവശ്യമില്ല. 2 പച്ചമുളകും ഉണ്ടെങ്കിലും നമുക്ക് തൈരും ഉണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഈ കറിക്ക്. എന്നിട്ട് നമ്മൾ നല്ലോണം അടുപ്പിച്ച് വെച്ച് മിക്സിയിൽ അടിക്കരുത് കേട്ടോ, സ്പൂണ് കൊണ്ട് മാത്രം കേട്ടോ. സ്പൂണ് കൊണ്ടാണ് ആ തൈര് കംപ്ലീറ്റും അടിച്ചെടുത്തത്. എന്നിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുക. അപ്പോൾ ഞാൻ ചട്ടി ഓഫ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ അത് പിരിയാതിരിക്കുക, കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണേ. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി പിരിഞ്ഞു പോവില്ല കേട്ടോ. അത് ആ ചട്ടിയുടെ ചൂട് കൊണ്ട് ആ സൈഡിൽ നിന്ന് ഇതായതും മാത്രമല്ല, ഒരിക്കലും പിരിയില്ല. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം പച്ച കരിവേപ്പില ഇടണം. അപ്പോഴാണ് ആ പച്ച കരിവേപ്പിലയുടെ ചൊവയൊക്കെ നമ്മൾക്ക് കറിയിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും ഈ തൈരുടച്ചതൊന്നും ഉണ്ടാക്കി നോക്കും. അതിലേക്ക് വല്ല മീൻ വറുത്തതും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നും കറിക്ക് വേണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് ഗ്യാസ് ലാഭിക്കുക, ഒന്ന് ഇതാക്കിയെടുക്കാനുള്ളൂ. അതുപോലെ നമുക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കുക്കറിൽ ഉണ്ടാക്കാം, അവിയൽ കുക്കറിൽ ഉണ്ടാക്കാം. അങ്ങനെ ഒക്കെ നമ്മൾക്ക് ഇപ്പോൾ 1 മാസം ഉപയോഗിക്കേണ്ട ഗ്യാസ് നമ്മളിപ്പോൾ 2 മാസം ഉപയോഗിക്കണം. അപ്പോൾ ഇന്ധനം ലാഭിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കറികൾ ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഓക്കെ, ബായ്.